അത്തരം ഒരു ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഈ ഗവൺമെന്റിന്റെ മോചനത്തിന് വേണ്ടി ഉള്ള ഒറ്റക്കെട്ടായ ശ്രമം. അവിടെ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. തൃശ്ശൂരിലെ എല്ലാ നേതാക്കന്മാരും ഞാനടക്കമുള്ളവർ അവിടെയുണ്ട്. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എല്ലാവരും പ്രവർത്തിക്കൊണ്ടാണ്. ഇവരാരും കുഴപ്പക്കാരല്ല. ഈ നമ്മളെല്ലാവരും മാത്രമാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ. ഞാൻ ഒരു കാര്യം ഇപ്പോൾ തുറന്നു പറയാം. ഇത്തിരി അധികാരം ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ്. കൂടുതൽ പഠനത്തിന് ക്ഷമിക്കുക. പാർട്ടി കാര്യങ്ങളിൽ പാർട്ടി എതിരാളികൾക്ക് എന്തെങ്കിലും അവസരം ഉണ്ടായിക്കൊടുക്കും. പാർട്ടി ഫോറങ്ങളിൽ നിങ്ങൾക്ക് എന്തും ചർച്ച ചെയ്യും. നമ്മുടെ ജനാധിപത്യ പാർട്ടിയാണ്. ചർച്ച ചെയ്തിട്ട് ഒരാളെ വിമർശിച്ചോടനെ നമ്മളെ 52 വട്ടമൊന്നും വിട്ടില്ല. വിമർശിക്കുന്നവരെ സ്വീകരിക്കുന്ന പാർട്ടിയാണ്. ആരെയും വിമർശിക്കാം. പാർട്ടി ഫോറം വിമർശിക്കാനുള്ള ഫോറം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം DCC പ്രസിഡന്റിനാണ്. അതാർക്കും വിമർശിക്കാം. പക്ഷേ ഇതിട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ വിമർശിക്കാതെ മാധ്യമങ്ങളെ മുന്നിൽ കലക്കാൻ പോയാൽ അത്തരം കോൺഗ്രസ് നേതാക്കന്മാർ പാർട്ടിക്ക് വേണ്ടായിട്ട് തീരുമാനിക്കാൻ നമുക്ക് ഒരു മടിയുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മടിയുമില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചു, ഇത് ഡു ഓർ ഡൈ പോരാട്ടമാണ്. നമ്മൾ 2026 ആരെന്ന് വിചാരിച്ചാലും അധികാരത്തിൽ വരും. അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിനകത്ത് ചോർച്ച പറ്റത്തില്ല. ഇത് ഒന്നിച്ചുള്ള പോരാട്ടമാണ്. എതിരാളികൾ അത് ഉത്തരവാദിത്തം ഇരിക്കുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോവുക. അപ്പൊ ആ വോട്ട് ചേർക്കുക എന്നുള്ള ഉത്തരവാദിത്തം, കള്ളന്മാരെ തിരിച്ചറിയുക എന്നുള്ള ഉത്തരവാദിത്തം, ഡിലീറ്റ് ചെയ്യുക ഉത്തരവാദിത്തം ഈ ദിവസങ്ങളിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ ഹാളിലേക്കുന്നവർ മുഴുവൻ ആ ഒറ്റ കാര്യത്തിലെ ഉത്തരവാദിത്തം മാറ്റം ഏറ്റെടുത്താൽ തൃശ്ശൂർ ജില്ലയിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തും മുനിസിപ്പാലിറ്റികളും നമ്മുടെ കയ്യിലിരിക്കും.